എന്റെ അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഫോൺ എടുത്ത് സംസാരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ ആവും. ടെൻഷൻ എന്തിന്? നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ, നമുക്കൊരു പ്രൈവസി വേണ്ടേ? അത് മാനിക്കാൻ അമ്മയ്ക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ അവള് ടെൻഷൻ അടിച്ചിരിക്കട്ടെ. പ്രൈവസി എന്നോട് പറയിപ്പിക്കരുത്. 24 മണിക്കൂർ പ്രൈവസി പ്രൈവസി വേണ്ട. മനുഷ്യൻ ശ്വാസം മുട്ടിച്ചോണ്ടിരിക്കുക. അപ്പൊ നിനക്ക് അറിയാല്ലേ ഇതൊരു ശ്വാസം മുട്ടിക്കുന്ന ഏർപ്പാടാണെന്ന്? എന്നിട്ടാണോ എന്റെ അമ്മ എന്നെ വിളിക്കുമ്പോ ഞാനിവിടെ ഉണ്ടായിട്ട് ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞത്? എന്റെ പെങ്ങൾ വന്നപ്പോ അങ്ങനെ നീ ബിഹേവ് ചെയ്തത്? എന്നിട്ട് അവൾ ഇന്നേ വരെ ഒരു ദിവസം പോലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? എന്നൊന്ന് ഫോൺ ചെയ്തിട്ടുണ്ടോ? എന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് എന്റെ പെങ്ങളും കൂടെ പാടില്ല, അമ്മ പാടില്ല, ഫ്രണ്ട്സ് പാടില്ല, ആരും പാടില്ല. കാരണം നമുക്ക് പ്രൈവസി വേണം. ഇത് നേരെ തിരിച്ച് നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ? ഞാൻ സൈക്കോ പൊസസീവ്നെസ്സുകാരൻ, എനിക്ക് ഭ്രാന്താണ്, നീ മാത്രം വലിയ മാന്യ അല്ലേ? വിവാഹശേഷം ഭാര്യ ഭർത്താവും ഒരുപോലെയാണ്. അവര് തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിനക്ക് പ്രൈവസി വേണമെങ്കിൽ എനിക്കും പ്രൈവസി വേണം. നീ പറഞ്ഞില്ലേ എന്റെ അമ്മ നമ്മുടെ ലൈഫിൽ പാടില്ല, അമ്മേനെ ഒഴിവാക്കണമെന്ന്. ഞാൻ ഒഴിവാക്ക. നീ ഒരു കാര്യം ചെയ്യ്, നീയും നിന്റെ അമ്മേനെ ഒഴിവാക്ക. എന്റെ പെങ്ങളെ നീ ഈ വീട്ടിൽ നിന്ന് ആക്ഷേപിച്ചു വിട്ടു, ഇനി അവൾ ഇങ്ങോട്ട് കാലുകുത്തില്ല. അതേപോലെ നിന്റെ വീട്ടിൽ നിന്റെ ആങ്ങളെയും നിന്റെ അച്ഛനും ഇങ്ങോട്ടും വരാൻ പാടില്ല. ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ വേറൊന്നുമില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തിന് ഒഴിവാക്കും, അതേപോലെ എനിക്ക് വേണ്ടി നീയും നിന്റെ കുടുംബത്തിന് ഒഴിവാക്കണം. അപ്പൊ നിന്റെ കുടുംബക്കാരായാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി. എനിക്ക് വേണ്ടെങ്കിൽ നിനക്കും വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അതല്ലേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇതാരുടെ സൗണ്ടാ? നിന്റെ അമ്മേന്റെ സൗണ്ട് അല്ലേ അത്? എന്റെ അമ്മയാ. അത് ശരി. അപ്പൊ അമ്മ മോളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണല്ലേ? നമ്മളെന്തായാലും തീരുമാനിച്ചില്ലേ നമുക്ക് കുടുംബക്കാരും വേണ്ടാന്ന്. അതുകൊണ്ട് ഞാൻ നിന്റെ അമ്മേനെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം. ഏട്ടാ പ്ലീസ്, അമ്മനോട് അങ്ങനെയൊന്നും പോയി പറയല്ലേ. എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നതാ. അവനെ അപമാനിക്കുന്നതിന് തുല്യ അപമാനിച്ചു വിടാൻ പോവുക എന്റെ അമ്മേനെ. ഇതുപോലെ തന്നെയല്ലേ നീ എന്റെ പെങ്ങളെ ഈ വീട്ടിൽ നിന്ന് അവമാനിച്ചു വിട്ടത്? അവള് കരഞ്ഞോണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഇനി എന്റെ ഭാഗത്ത് അങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. കല്യാണത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ഞാൻ അങ്ങോട്ട് പോവാത്തോണ്ട്. നമുക്ക് എല്ലാവരെയും വേണം. ഏട്ടന്റെ കുടുംബക്കാരെയും എന്റെ കുടുംബക്കാരെയും ഏട്ടന്റെ അമ്മേനെയും പെങ്ങളെയും എല്ലാവരെയും വേണം. അതുപോലെ എനിക്ക് എന്റെ വീട്ടുകാരെയും വേണം. എന്റെ അച്ഛനും അമ്മയ്ക്കും ആങ്ങളിക്കൊക്കെ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഏട്ടൻ. ഏട്ടന്റെ കുടുംബത്തിലുള്ളവർക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാണ്ട് പോയി. ഇതൊക്കെ എന്റെ സ്വാർത്ഥത കാരണം സംഭവിച്ചതാ. എന്റെ ഭർത്താവ് എനിക്ക് മാത്രമായിരിക്കണം എന്ന് വിചാരിച്ചതാണ്.